അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾ മനസ്സിലാകാത്ത കേരള സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമര പ്രഖ്യാപന പദയാത്ര ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇന്ന് തുടങ്ങുന്ന പദയാത്ര വരുന്ന 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇങ്ങനെ ഒരു പദയാത്ര നടത്തുവാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാലത്ത് ഈ ഭാരതത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച് ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറി ലോകത്തിലെ തന്നെ രാഷ്ട്രീയമില്ലാത്ത സ്വതന്ത്ര ചിന്താഗതിയുള്ള ഏറ്റവും വലിയ സംഘടനയായി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം. ഇന്ന് വരെ ഭാരതീയ മസ്ദൂർ സംഘം നടത്തിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പുതിയ യുഗത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം പുതിയ ചില തീരുമാനങ്ങളുമായി ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ജനവിഭാഗം, ഭാരതത്തിലെ ജനവിഭാഗം നേരിടുന്ന വെല്ലുവിളികളെ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാർ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് ഏത് സർക്കാർ ഭാരതം ഭരിച്ചുകൊള്ളട്ടെ, ഏത് സർക്കാർ കേരളം ഭരിച്ചുകൊള്ളട്ടെ, ഈ സർക്കാരുകൾ നടത്തുന്ന ജന ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളെ തുറന്നു കാട്ടി സമരം ചെയ്യുന്ന ഒരു സംഘടനയായി ഇന്ന് ഭാരതീയ മസ്ദൂർ സംഘം വളർന്നു വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ അവസ്ഥ, ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയുന്നില്ല, തൊഴിലാളികൾക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അതിലൊക്കെ എത്രയോ ദാരുണമായ ഒരു സംഭവമാണ് ആശാകിരൺ എന്ന് പറയുന്നൊരു പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നത്. എന്താണ് ഈ ആശാകിരൺ പദ്ധതി? പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജനിക്കുമ്പോൾ മുതൽ ബുദ്ധിമാന്ദ്യം അനുഭവിക്കുന്ന ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമയത്ത് ഈ കേരളത്തിലെ സർക്കാർ തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഇന്ന് ആ അമ്മമാർക്ക് കിട്ടുവാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നമ്മൾ മനസ്സിലാക്കണം. ആശാകിരൺ പദ്ധതി നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. സ്വന്തമായി കുളിക്കുവാൻ കഴിയാത്ത, സ്വന്തമായി നടക്കുവാൻ കഴിയാത്ത, കൈ പോലും പൊക്കുവാൻ കഴിയാത്ത അമ്മമാർ തോളത്തേറ്റിക്കൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, അവർക്ക് 10 വയസ്സായിക്കൊള്ളട്ടെ, 15 വയസ്സായിക്കൊള്ളട്ടെ, 20 വയസ്സായിക്കൊള്ളട്ടെ, അത്രയും ഭാരവുമുള്ള ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി വെമ്പുന്ന ആ രക്ഷകർത്താക്കളിൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രം അനുവദിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ആശാകിരൺ പദ്ധതി. ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പദ്ധതി ഈ അമ്മമാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമായ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പല പദ്ധതികളും ഇന്ന് കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ചില സംഘടനകൾ മുമ്പോട്ട് വന്നിട്ട് അവർ ചെയ്യുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും മാത്രമാണ് ആ കുട്ടികൾക്ക് കിട്ടുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു സമയത്ത് പാടത്ത് പണിയെടുത്ത് തങ്ങളുടെ ജീവിതം മൊത്തം പാടത്ത് പണിയെടുത്തിട്ട് ആ കർഷക തൊഴിലാളികൾക്ക് കർഷക പെൻഷന്, ഇന്ന് ആ കർഷക പെൻഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കർഷക തൊഴിലാളികൾക്ക് കർഷക പെൻഷൻ കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട് വിധവകളായിട്ടുള്ള നമ്മളുടെ സമൂഹത്തിലുള്ള ചില അമ്മമാർ, അവർക്ക് വിധവാ പെൻഷൻ കിട്ടിയിട്ട് വേണം ഒരു നേരത്തെ മരുന്ന് മേടിക്കുവാൻ. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് മരുന്ന് മേടിക്കണമെങ്കിൽ ഈ സാമൂഹിക പെൻഷൻ കിട്ടിയിട്ട് വേണം. എന്നാൽ നിങ്ങൾക്കറിയില്ലേ, ഓണം വരുമ്പോൾ 10 മാസത്തെ ഗഡു കൊടുക്കാറുണ്ടെങ്കിൽ 2 മാസത്തെ ഗഡു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സാധാരണക്കാരന് ഇവിടെ ജീവിക്കുവാൻ കഴിയുക? നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കേരളത്തിലുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം, ഓണം കഴിഞ്ഞു, 1 കിലോ വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 400 രൂപ. ഒരു മാസം നമുക്ക് എത്ര കിലോ വെളിച്ചെണ്ണ വേണം? കുറഞ്ഞത് ഒരു 4 കിലോ വെളിച്ചെണ്ണ. 4 കിലോ വെളിച്ചെണ്ണയാകുമ്പം എത്ര രൂപയാകും? 16 1600 രൂപ. നമ്മൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഓരോ സാധനത്തിൻ്റെയും വില കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് അടിസ്ഥാന ജനവിഭാഗത്തിന്
എത്ര രൂപയാണ് ഒരു ശമ്പള സ്കെയിലുള്ളത്? കുറഞ്ഞത് 10,000 രൂപ എന്ന് നമുക്ക് കണക്കാക്കാം. ഇവിടെയാണ് ഭാരതീയ മസ്ദൂർ സംഘം സമരം നടത്തുന്നതിന്റെ അടുത്ത കാരണം. ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ മാന്യമായ ശമ്പള വ്യവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ട് അടിസ്ഥാന വേതനം അത് 27,900 രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം അടുത്ത സമര പരിപാടി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സാധനത്തിന് വിലകൾ കൂടി, പല മേഖലകളിലും വിലകൾ കൂടി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കറണ്ട് ബില്ലാണോ എന്ന് വരുന്നത്? അല്ല. കാരണം ഓരോ സ്ലാബുകൾ നിശ്ചയിച്ചുകൊണ്ട് മാസം കറണ്ട് ബില്ല് കൂട്ടുന്ന വളരെ മ്ലേച്ഛമായ ഒരു സർക്കാരല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഓരോ സമയത്തും അവർക്ക് തോന്നിയ മാസം കറണ്ട് ബില്ല് കൂട്ടുകയാണ്. ഞാനിത് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ നിൽപ്പുണ്ടെങ്കിൽ നാണമില്ലാതെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഭരണവർഗമായിക്കൊള്ളട്ടെ, പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ട്, ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സാമൂഹിക പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള സമരവും വിജയിപ്പിച്ചുള്ള പാരമ്പര്യം കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം നിങ്ങൾ ഇവിടുത്തെ വോട്ട് ബാങ്കായി മാത്രമാണ് സാധാരണക്കാരനെ കാണുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഒരു സമരവും നിങ്ങൾ ചെയ്യുന്നില്ല. സാധാരണക്കാരനായി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. പകരം നിങ്ങൾ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തത്? ഇവിടുത്തെ സർക്കാർ വെറും പൊള്ളത്തരത്തിലുള്ള സർക്കാരാണെന്ന് ജനതയ്ക്ക് മനസ്സിലാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്യും? കപട മതേതരവാദികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ഇവിടുത്തെ ജാതി മത വർഗ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വർഗീയ വിഷം ചാർത്തിക്കൊണ്ട് ഓരോ സമുദായത്തെയും തമ്മിലടിപ്പിക്കുന്ന സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് സമരരംഗത്ത് സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ,